ദീപ്തി മേരി വർഗീസ് അന്ന് തൃക്കാക്കര ബൈ ഇലക്ഷന് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചു. പക്ഷേ പി ടി തോമസിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അവരവരുടെ നിരാശകൾ നമ്മളോട് പങ്കുവച്ചു. ഈ വിവരം നമ്മൾ അന്നത്തെ ഇലക്ഷൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഇ പി ജയരാജനാണ്, അദ്ദേഹത്തിനാണ് ഇലക്ഷൻ്റെ ചുമതലയും LDF കൺവീനർ, അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ KPCC ഭാരവാഹിയും അത്യാവശ്യം സമരരംഗത്തുള്ളൊരു നേതാവുമാണ് ദീപ്തി മേരി വർഗീസ്. അവർ സ്വമേധയാ ഇ പിയെ കാണണമെന്ന് പറഞ്ഞാൽ അവരാണ് ഇ പി ജയരാജൻ വന്ന് കണ്ടത്. അതിനുശേഷം അവരുടെ സത്യസന്ധത ബോധിപ്പിക്കാൻ, അവർ ഉമാ തോമസിനെല്ലാം വോട്ട് ചെയ്തതെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി അവരുടെ വാട്സപ്പിൽ അവർ VVPAT കോപ്പി എനിക്ക് അയച്ചു തന്നു. അതിൽ ആർക്കായിരുന്നു വോട്ട്? അതിനകത്ത് ഉമാ തോമസിൻ്റെ സ്ഥാനത്തല്ലായിരുന്നു വോട്ട്. അയച്ചു തന്നു. ഞാനത് ഇ പിയെ ബോധിപ്പിച്ചു. അതെ, അവരവരുടെ സത്യസന്ധത കാണിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇല്ലെന്ന് അവർ പറയട്ടെ. അതായത് ഉമാ തോമസിന് ദീപ്തി വോട്ട് ചെയ്തിട്ടില്ല. അവർ VVPAT അല്ലേ, ഒരു നമ്മൾ പോളിൽ ചെയ്ത് കഴിഞ്ഞാൽ 7 സെക്കൻഡ് കൊണ്ട് VVPAT ഡ്രോപ്പായിട്ട് വീഴും. ആ മൊബൈലുണ്ടെങ്കിൽ എടുക്കാം. എവിടെ വെച്ചായിരുന്നു ഇ പി ജയരാജനുമായുള്ള കൂടിക്കാഴ്ച? ഇ പി ജയരാജൻ താമസിച്ചിരുന്ന സ്ഥലത്ത് തന്നെയാണ് അവർ കൂടിക്കാഴ്ചയ്ക്ക് വന്നത്. ദീപ്തി മേരി വർഗീസ് പറഞ്ഞു, അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു.